ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നല്ല അടിപൊളി പടുകൂട്ടാൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എനിക്കിവിടെ പടുകൂട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളത് ഇതാ ചേമ്പിൻ്റെ തണ്ടും പിന്നെ പൂളയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും മാത്രം ഇട്ടിട്ടാണ് ഞാൻ പടുകൂട്ടാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും മാത്രം ആയാലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പഴയ കാലത്തൊക്കെ നമ്മുടെ ഉമ്മമ്മമാർ അതേപോലെ ഉപ്പമ്മമാരൊക്കെ ഉണ്ടാക്കി കഴിച്ചിരുന്ന ഒരു പഴമയുടെ രുചിയിലുള്ള ഒരു കൂട്ടാനാണ് കേട്ടോ ഇത്. അപ്പോൾ പഴയ തലമുറയിലുള്ള ആൾക്കാരൊക്കെ ഇതും അതേപോലെ തന്നെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. പിന്നെ ഇന്നത്തെ ആൾക്കാർക്ക് കൂടുതലായിട്ട് ഇഷ്ടം ഫാസ്റ്റ് ഫുഡൊക്കെയാണ് അല്ലേ. അപ്പോൾ പണ്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല ആരോഗ്യവും ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇപ്പോഴുള്ള ആൾക്കാർക്കൊന്നും അധികം ആരോഗ്യമൊന്നും ഇല്ലല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പടുകൂട്ടാനൊക്കെ കഴിക്കലൊക്കെ കുറവാണ് അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ചേമ്പിൻ്റെ തണ്ടൊക്കെ ഉണ്ടെങ്കിൽ പൂളൊക്കെ വാങ്ങിച്ചിട്ടൊന്ന് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. അപ്പോൾ വളരെയധികം ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതാ ഈ ചേമ്പിൻ്റെ തണ്ടിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചേമ്പിൻ്റെ തണ്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ അധികം ചെറുതാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം കുറച്ചൊക്കെ വലിപ്പമുള്ള രീതിയിൽ തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കൂട്ടാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഒരു ചേമ്പിൻ്റെ തണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഈ ഒരു കൂട്ടാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് ചേമ്പിൻ്റെ തണ്ടൊക്കെ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പൂളയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പടുകൂട്ടാൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പൂള നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്താലാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേറെ ഒന്നുകൂടെ ചെറുതാക്കിയാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഇതാ ചേമ്പിൻ്റെ തണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചേമ്പിൻ്റെ തണ്ടൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വിറകടുപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചേമ്പിൻ്റെ തണ്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടാനിക്ക് നമ്മൾ ഒട്ടും മുളക് പൊടി ചേർക്കണില്ല കേട്ടോ. അപ്പോൾ പച്ചമുളക് കുറച്ച് അധികം ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പച്ചമുളകിൻ്റെ ആ ഒരു ഗന്ധം ഉണ്ടാകുമ്പോഴാണ് ഈ കൂട്ടാന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ പൂളിയും ചേമ്പിൻ്റെ തണ്ടും ഒപ്പിട്ട് വേവിച്ചാൽ ഈ ചേമ്പിൻ്റെ തണ്ട് പെട്ടെന്ന് വേവായി കിട്ടൂല കേട്ടോ. അപ്പോൾ പൂളൊക്കെ പെട്ടെന്ന് വേവണ പൂളയാണെങ്കിൽ പൂള പെട്ടെന്ന് വേവാവും ചെയ്യും. പിന്നെ ഈ ചേമ്പിൻ്റെ തണ്ട് വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ മക്കളൊക്കെ ഇത് കൊടുത്താൽ പിന്നെ ആ ചേമ്പിൻ്റെ തണ്ട് ഇങ്ങനെ പൊറുക്കിയിട്ട് കിട്ടും. അപ്പോൾ പിന്നെ ചേമ്പിൻ്റെ തണ്ട് ഏകദേശമൊക്കെ വേവായതിന് ശേഷം അതിലേക്ക് പൂളിട്ടിട്ട് വേവിച്ചാൽ പിന്നെ ആർക്കും ചേമ്പിൻ്റെ തണ്ട് പെറുക്കിടാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് അതിൽ നന്നായിട്ട് തന്നെ ഉടഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചേമ്പിൻ്റെ തണ്ട് നല്ല പോലെ വെന്തതിന് ശേഷം പൂളിട്ടിട്ട് റെഡിയാക്കി എടുത്താലാണ് കേട്ടോ ഈ കൂട്ടാന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ഈ ചേമ്പിൻ്റെ തണ്ടൊക്കെ ഏകദേശം വേവായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനതിലേക്ക് നമ്മൾ പൂളിട്ട് കൊടുക്കുകയാണേ. അപ്പോൾ അത് പൂളിട്ടിട്ട് പിന്നെ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് കറിയോട് കൂടിയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്.
അപ്പോൾ നമ്മുടെ പൂളൊക്കെ നന്നായിട്ട് തന്നെ വേവായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് വറവിട്ടെടുക്കാം. അപ്പം ഞാനിത് ഈ ഒരു അടുപ്പത്ത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ കറി ഒന്ന് വറവിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതാ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ചധികം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ പടക്കൂട്ടാൻ ഇതാ വറവിട്ടെടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഈ കൂട്ടാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കഞ്ഞിൻ്റെ കൂടെ അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ കറിയായ രീതിയിലാണ് ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഈ ചേമ്പിൻ്റെ തണ്ടൊക്കെ കഴിക്കാൻ നല്ല മടിയായിരിക്കും കേട്ടോ. അപ്പോൾ നല്ലപോലെ ചേമ്പിൻ്റെ തണ്ടൊക്കെ വേവിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ പൂളിട്ടിട്ട് ഉണ്ടാക്കി കൊടുത്താൽ മക്കൾക്ക് ചേമ്പിൻ്റെ തണ്ടൊന്നും പൊറുക്കിടാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ചേമ്പിൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ പൊറുക്കിയിട്ടു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല പോലെ ഉടഞ്ഞിട്ട് റെഡിയാക്കി എടുത്താൽ മക്കളൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലാണ് ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു 2 സാധനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് ആ ചോറിൻ്റെ കൂടെ ഒക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മീൻ പൊരിച്ചതും അതേപോലെ തന്നെ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ലഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.